അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ അവസരം നമ്മുടെ ചെറുക്കൻ മുതലാക്കി. ആരെക്കുറിച്ചാണെന്നല്ലേ? സഞ്ജു സാംസൺ അടിപൊളി ഒരു ഇന്നിങ്സാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഇന്ത്യ ബിക്കെതിരെ, ഇന്ത്യ ഡേക്ക് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ദുലീപ് ട്രോഫിയിൽ സഞ്ജു സാംസൺ നല്ലൊരു മികച്ച പ്രകടനം. 101 പന്തുകളിൽ 106 റൺസുമായിട്ട്, അതായത് ടീമിലെ ടോപ്പ് സ്കോററായിട്ട് തകർത്തുവാരി. അപ്പോൾ നമുക്കറിയാം സഞ്ജുവിന് അവസരം കിട്ടിയത് എങ്ങനെയാണെന്ന്. മറ്റൊരു താരത്തിന് പരിക്ക് പറ്റുകയും ആ ഒരു അവസരത്തിൽ ടീമിൽ കയറുകയും ആദ്യ കളികളിൽ കളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഡ്രസ്സിംഗ് റൂമിൽ നമ്മൾ ഇലയിട്ടിട്ട് ഊണില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം. അതിപ്പോൾ നമുക്ക് ഈ ക്രിക്കറ്റിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, എന്നാൽ പോലും വിളിച്ചു വരുത്തിയിട്ട് ഷേടാ കളിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ. ആ ഒരു സാഹചര്യം ഇപ്പം പണ്ട് നമ്മളും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. കളിക്കാൻ വിളിച്ചുകൊണ്ട് പോയിട്ട് എടാ നീ ഒന്ന് മാറി നിൽക്കണേ, എടാ ഇവനുണ്ട് അതുകൊണ്ട് നീ കളിക്കണ്ട എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചെറിയ നെഞ്ചുവേദന ഉണ്ടാകും, ഒരു നെഞ്ചിലൊരു പിടച്ചിലുണ്ടാകും എന്ന് പറയുന്ന പോലെ. സഞ്ജുവിനോട് ഇങ്ങനെ ഇമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സഞ്ജു പറഞ്ഞു ഇതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നത്. പിന്നെ കളിക്കാൻ വിളിച്ചുകൊണ്ട് പോകുമ്പം കളിക്കും ചേട്ടാ, അല്ല വേറെ ഈ പറയുന്ന പോലെ വിഷമിച്ചിട്ട് കാര്യമില്ല, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നതെന്ന് പറയുന്ന പോലെ. അങ്ങനെ സഞ്ജു തൻ്റെ ഒരു താരത്തിന് പരിക്ക് പറ്റി കഴിഞ്ഞപ്പം അങ്ങനെ ടീമിലേക്ക് എത്തി. ആദ്യത്തെ എന്താ പറയുക ഇന്നിങ്സിൽ 5 റൺസിൽ ഔട്ടായി. 5 റൺസ് അന്ന് 5 റൺസ് അടിച്ചതിന് ശേഷം ഒരു ഷോട്ട് അടിച്ച് അത് എന്താ പറയുക മിസ് ഹിറ്റായിപ്പോയി. അപ്പോൾ അന്നേരം ആൾക്കാർ വിമർശിക്കാൻ തുടങ്ങി, അവന് കളിക്കാൻ അറിയത്തില്ല, കിട്ടിയ അവസരം മുതലാക്കിയില്ല, ആഞ്ഞടിച്ച് കൈ കൊടുത്തു, എന്തൊക്കെയായിരുന്നു കേൾക്കാറുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാം ഇന്നിങ്സിലാണ്ട് കിടക്കുന്നു തകർപ്പൻ ഒരു 40 റൺ, അതിൽ 6ഉം 4ഉം ഒക്കെ ഉണ്ടായിരുന്നു. തകർപ്പൻ 40 റൺ. ആ 40 റൺ അടിച്ചപ്പോഴും പുള്ളി വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. പുള്ളിക്ക് നിന്ന് കളിക്കാൻ അറിയത്തില്ല, ചുമ്മാ വിക്കറ്റ് കളയുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചുമ്മാ സഞ്ജുവിനെ എന്നും വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ബിക്കെതിരെ മാച്ച് തുടങ്ങുന്നു. അങ്ങനെ 101 പന്തുകളിൽ 106 റൺസുമായിട്ട് കളമാണ് സഞ്ജു സാംസൺ. അടിപൊളി ഒരു തകർപ്പം മാച്ചായിരുന്നു. ഇപ്പം വിമർശിക്കാൻ വരുന്നവരൊന്നും ഇപ്പം എന്താ പറയുക അടഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം ഇങ്ങനെ ഒരു ഇന്നിങ്സ് കളിച്ച ചെറുക്കനെ ഇനിയിപ്പോൾ ഉടനെ വിമർശിക്കാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ അടുത്ത കളി നന്നായിട്ട് കളിക്കുമോ, ഇല്ലെങ്കിൽ അവനെ വിമർശിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളാണ് കേട്ടോ. മലയാളികൾ തന്നെയാണ് കൂടുതലും സഞ്ജുവിനെ വിമർശിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു മലയാളി കയറി പോകുമ്പോൾ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം വലിച്ച് എങ്ങനെയും താഴെയിടാൻ നോക്കുന്ന സാധാരണ പൊതു മലയാളി സ്വഭാവം തന്നെ പരമാവധി മലയാളികൾ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ചങ്ക് പോലെ കുറേ ഫാൻസ് ഉണ്ട് സഞ്ജുവിന് വേണ്ടിയിട്ട്, സഞ്ജു ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കുറേ ഫാൻസും അതുപോലെ അവൻ സഞ്ജുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവൻ്റെ നല്ലൊരു പെർഫോമൻസിന് വേണ്ടി കാത്തിരിക്കുന്ന. അങ്ങനെ കാത്ത് നല്ലൊരു കിടിലൊരു പെർഫോമൻസ് സഞ്ജു കാഴ്ചവെച്ചു. മുന്നോട്ടുള്ള എല്ലാ കളികളിലും നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സഞ്ജു ഇന്ത്യൻ ടീമിൽ കളമാണ് തകർത്ത് കളിക്കുന്നത് നമുക്ക് കാണാനുള്ള യോഗം നമുക്കുണ്ടാകട്ടെ. അവൻ നന്നായിട്ട് കളിച്ച് കയറി വരട്ടെ, അടിപൊളിയായിട്ട് വരട്ടെ. സഞ്ജു സാംസൺ തകർത്ത്.